കിലോ ചിക്കൻ കൊണ്ട് നല്ലൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഒരു ചിക്കൻ പെരട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തൊക്കെയായാലും നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ചേർക്കാനുള്ളത് ഗരം മസാലയുടെ പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. അത് ആവശ്യം പോലെ ചേർക്കാം. ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കണം. ഇതൊരു 30 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ അത്രയും നേരം അതോടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 7-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് 2 വലിയ സവാള അതൊന്ന് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴണ്ട് ഒന്ന് വാടി തളർന്ന പരുവാകുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത സവാള വീണ്ടും ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. അത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായാൽ മതി. അതുവരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു 5 മിനിറ്റ് 6 മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുക്കേണ്ടി വരും. ഉള്ളിയൊക്കെ വഴണ്ട് പാകമായി കഴിയുമ്പോൾ സവാളയൊക്കെ നമുക്കൊരു വശത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എണ്ണയിലൊന്ന് മൂത്ത് വരട്ടെ. അതിന് പുറമെയാണ് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും 1 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോൾ അത് നമുക്ക് മുഴുവൻ ഉള്ളിയായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ട് വേണം നമ്മൾ പുരട്ടി വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് എല്ലായിടത്തും ആവണ പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും. അതൊന്ന് ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും വേണ്ട. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 3 മിനിറ്റും കൂടെയാണ് മൂടി വെച്ച് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, ഇത്തിരി വേഗം താമസം ഉണ്ടാവും. ടോട്ടൽ ഒരു 10-12 മിനിറ്റ് ഞാൻ ഇതിനെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ ആ മയമൊക്കെ പോയിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് ഇളക്കിയപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ ലെവൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമതൊന്ന് തുറന്നു വന്നപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാൽ വളരെ കുറച്ച് നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇതൊന്ന് തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വീണ്ടും എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് കുക്കായി വരണം. ഇപ്പോൾ ഇത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് തുറന്ന് തന്നെ ഇരുന്ന് ഇതേപോലെ അതിൻ്റെ ഗ്രേവിയൊക്കെ കുറുകി ഒന്ന് തിക്കായിട്ട് ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരണം. ചിക്കൻ ഉടഞ്ഞു പോകാതെ അടിയിൽ നിന്ന് മുകളിലേക്കൊന്ന് പതുക്കെ തട്ടി കൊടുത്താൽ മതി. ചിക്കൻ കഷ്ണങ്ങളെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ചാറൊക്കെ പെരണ്ട് നല്ല കുറുകിയ കറി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.